കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് കെ.സി. വേണുഗോപാലിനെന്ന് അദ്ദേഹം നല്ലതുപോലെ ഓർക്കേണ്ടതാണ്. ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അല്പം പോലും ചിന്തയോ ആലോചനയോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു പരാമർശം നടത്തുമായിരുന്നില്ല. ആ പയ്യന്നൂരിലെ അവരുടെ സ്ഥാനാർത്ഥി പറയുന്നത് കേട്ട് എന്ത് വിഡ്ഢിത്തരവും വിളിച്ചു പറയുന്ന ഒരു മെഗഫോണായി കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറരുത്. തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം. ആധാർ കാർഡ് ആർക്കെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ മുകളിൽ, അതിൻ്റെ മുകൾ തട്ടിൽ അവിടെ ആധാർ കാർഡ് നിർമ്മിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് കെ.സി. വേണുഗോപാലൻ പറഞ്ഞത്? അതുകൊണ്ട് ആദ്യം തൻ്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കണം. നിലവാരം കുറഞ്ഞു പോകരുത്. ആ നിലവാര തകർച്ചയാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ അവർക്കുണ്ടായേക്കാം. അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ജനങ്ങളെ അണിനിരത്താനുള്ള ഒരു പോരാട്ട സംരംഭമായിട്ടാണ് CPM കാണുന്നത്. വിശാലമായ ലക്ഷ്യം നേടിയെടുക്കാൻ, ജനതാൽപര്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ ആക്ഷേപിക്കാൻ ഈ നേതാവിന് കഴിഞ്ഞത്? അതുകൊണ്ട് സ്വയം പരിഹാസനാകാതിരിക്കാൻ, വിവരദോഷികൾ പറഞ്ഞു തരുന്നത് കേട്ട് വിളമ്പുന്നവനാകാതിരിക്കാൻ കെ.സി. വേണുഗോപാലൻ പരിശ്രമിക്കുന്നത് നല്ലതാണ്. തൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കണം. കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ദേശീയ നേതാവാണെന്ന് മനസ്സിലാക്കണം. അതാണ് കെ.സി. വേണുഗോപാലിനോട് പറയാനുള്ളത്. ഇത് അത്യന്തം ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. ആധാർ കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ഒരു തരത്തിലുള്ള ആർക്കും ആധാർ കാർഡിൽ കൃത്രിമം നടത്തി ആധാർ കാർഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്തടിസ്ഥാനത്തിലാണ് കെ.സി. വേണുഗോപാലൻ പറഞ്ഞത്? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്താ നിങ്ങളുടെ കൈവശമുള്ളത്? നിയമ നടപടി സ്വാഭാവികമായി സ്വീകരിക്കും. നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയും ഇതാ കോൺഗ്രസ് പാർട്ടിയെന്ന്. അതുകൊണ്ട് അറിവില്ലായ്മയാണെങ്കിൽ അറിവില്ലായ്മ പ്രകടിപ്പിക്കാനുള്ള വേദി ഈ തെരഞ്ഞെടുപ്പ് രംഗമാകരുത്. ഇത്തരത്തിലുള്ള ശീലങ്ങളാണെങ്കിൽ അത് രാഷ്ട്രീയത്തിന് നല്ലതല്ല. അതെല്ലാം മാറ്റി ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയണം. ഒരു മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ 3.5 കോടി കേരളീയരുടെ, മലയാളികളുടെ ജന്മനാട് ഈ കേരളം, ആ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ, വികസനോന്മുഖമാക്കി തീർക്കാൻ, ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് ഐശ്വര്യസമ്പുഷ്ടമായൊരു നാടാക്കി ഈ കേരളം നാടിനെ മാറ്റി തീർക്കാൻ ഒരു പരിപാടി വെച്ചുകൊണ്ട് ജനങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ പരിപാടിക്ക് വോട്ട് നൽകും. ആ പരിപാടി നടപ്പിലാക്കാൻ വിശ്വസിക്കാവുന്ന മുന്നണിയും പാർട്ടിയുമാണ് ഇടതുപക്ഷ മുന്നണിയും CPM എന്ന് മനസ്സിലാക്കിയാൽ ആ പാർട്ടിയെ ജനങ്ങൾ സഹായിക്കും. ഇവിടുത്തെ വോട്ട് ഏതെങ്കിലും ഓരോരുത്തരുടെ പോക്കറ്റിലാണെന്ന് ആരും ധരിക്കരുത്. ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങളോടാണ്. ആ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. ആ ജനങ്ങളുടെ വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ വോട്ട് അഭ്യർത്ഥനയിലൂടെ ഞങ്ങളുടെ നയങ്ങൾക്ക് പിന്നിൽ ബഹുജനങ്ങളെ അണിനിരത്താനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. ഞങ്ങളെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങളാകെ ഞങ്ങളെ സഹായിക്കണം.
കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങളുണ്ട്, മറ്റ് പാർട്ടികൾക്ക് പിന്നിൽ അണിനിരന്ന ബഹുജനങ്ങളുണ്ട്. ആ ബഹുജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ഒരു പുതിയ കേരളം നമുക്കിവിടെ ഉണ്ടാക്കാം. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്തൊരു നാട്, ഉന്നത വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, എല്ലാ രംഗങ്ങളിലും മെച്ചപ്പെട്ട ജീവിതം, ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി വെച്ചുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥനയാണ് ഞങ്ങൾ എല്ലാവരോടും നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ നടത്തുന്നത്. എല്ലാവരുടെ വീട്ടിലും ഞങ്ങളുടെ പ്രവർത്തകന്മാർ പോകാറുണ്ട്. രാഷ്ട്രീയം നോക്കി, ആളെ നോക്കി, പാർട്ടി നോക്കിയിട്ടല്ല. ഇത് കോൺഗ്രസ് ഐക്കാരൻ്റെ വീടാണോ, ഇത് മുസ്ലിം ലീഗുകാരുടെ വീടാണോ, ഇത് CPM-കാരുടെ മാത്രം വീടാണോ, ഇവിടെ മറ്റ് പാർട്ടിക്കാർ ആരെങ്കിലും ഇവിടെ വീടുണ്ടോ, ആളെ നോക്കിയിട്ടല്ല, എല്ലാ ജനങ്ങളോടുമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എല്ലാ വീടുകളിലും ഞങ്ങൾ പോകും, എല്ലാവരോടും അഭ്യർത്ഥിക്കും. അതാണ് ഞങ്ങൾ ഇന്ന് വരെ സ്വീകരിച്ചു വന്ന രാഷ്ട്രീയ നിലപാട്. ആ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് പിന്തുണ നൽകും. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ വോട്ടും നൽകി ഞങ്ങൾ ആഗ്രഹിക്കുന്ന 3.5 കോടി കേരളീയരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണമെന്നാണ്. എല്ലാവരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറി വരണമെന്നാണ്. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ധരിച്ച് ഇതെല്ലാം ഓരോ പാർട്ടിയുടെ പോക്കറ്റിലാണ്. അതുകൊണ്ട് പാർട്ടികളെ സംബന്ധിച്ചുള്ള മുന്നണിയല്ല ഇത് ജനങ്ങളുടെ മുന്നണിയാണ്, ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് പിന്നിൽ ജനങ്ങൾ അണിനിരക്കണം. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്.